യോനയും വലിയ മത്സ്യവും. യോനയും വലിയ മത്സ്യവും എന്ന കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതികളിൽ നിന്ന് ഒരിക്കലും നമ്മൾ ഒഴിഞ്ഞു മാറാനാകില്ല എന്ന സത്യമാണ്. ദൈവം യോനയെ നിനവെ നഗരത്തിലേക്ക് അയച്ചു. അവിടെയുള്ള ജനങ്ങളെ പശ്ചാത്തപിക്കുവാൻ വിളിച്ചു പറയുവാൻ കൽപ്പിച്ചു. എന്നാൽ യോന അനുസരിക്കാതെ വിരുദ്ധ ദിശയിൽ പോകുന്ന കപ്പലിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പലപ്പോഴും ദൈവം പറയുന്ന കാര്യങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടുള്ളതോ അന്യായമാണെന്ന് തോന്നുന്നതോ ആയിരിക്കും. എങ്കിലും ദൈവം നമ്മുടെ നല്ലതിനായി തന്നെയാണ് കൽപ്പിക്കുന്നത്. യോന കപ്പലിൽ പോയപ്പോൾ വലിയ കൊടുങ്കാറ്റുണ്ടായി. കപ്പലിൽ ഇരുന്നവർ ഇത് യോനയുടെ അനുസരണക്കേട് കൊണ്ടാണെന്ന് മനസ്സിലാക്കി. അവസാനം അവനെ കടലിൽ തള്ളിയിടാൻ നിർബന്ധിതരായി. ഉടനെ കൊടുങ്കാറ്റ് നിന്നു. ദൈവം ഒരുക്കിയ വലിയ മത്സ്യം യോനയെ വിഴുങ്ങി. 3 ദിവസം 3 രാത്രി യോന മത്സ്യത്തിന്റെ വയറ്റിലായിരുന്നു. അവിടെ ഇരുട്ടിലും നിരാശയിലും അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. തന്റെ തെറ്റുകൾ സമ്മതിച്ച് പശ്ചാത്തപിച്ചു. ഇത് അനുസരിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടു. മത്സ്യത്തോട് അവനെ പുറത്തേക്ക് വിടാൻ കൽപ്പിച്ചു. അതിനുശേഷം യോന നിനവയിലേക്ക് പോയി ദൈവത്തിന്റെ സന്ദേശം പ്രസംഗിച്ചു. അവന്റെ ആശ്ചര്യത്തിന് ജനങ്ങൾ എല്ലാവരും കേട്ടു. സത്യമായി പശ്ചാത്തപിച്ചു. അവരുടെ ദുഷ്ടജീവിതം വിട്ടു. യോന അനുസരിച്ചതുകൊണ്ട് മുഴുവൻ നഗരവും രക്ഷപ്പെട്ടു. ദൈവത്തിന്റെ പദ്ധതികളിൽ നിന്ന് നമ്മൾ ഒരിക്കലും രക്ഷപ്പെടാനാവില്ല. അനുസരിക്കാതിരിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്കും ചുറ്റുമുള്ളവർക്കും പ്രശ്നങ്ങൾ വരും. എന്നാൽ ദൈവത്തോട് കീഴടങ്ങി അനുസരിക്കുമ്പോൾ അനുഗ്രഹം വരുന്നു. നമുക്ക് മാത്രമല്ല, നമ്മിലൂടെ മറ്റുള്ളവർക്കും. യോനയുടെ കഥ ദൈവത്തിൻ്റെ കരുണ, ക്ഷമ, രണ്ടാമത്തെ അവസരം നൽകുന്ന സ്നേഹം എന്നിവയെ നമ്മെ പഠിപ്പിക്കുന്നു. നാം എത്ര ദൂരം ഓടിയാലും ദൈവത്തിൻ്റെ ലക്ഷ്യവും സ്നേഹവും നമ്മളിൽ എത്തിച്ചേരും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.